ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ ചെറിയൊരു എക്സസൈസും കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളെ തെങ്ങിന് തടമെടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പണിക്കാരൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം രാവിലെ തന്നെ. അല്ലെങ്കിൽ സൺഡേ ഒന്നിങ്ങനെ ഉഴപ്പലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത് പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ തലേ ദിവസം കഴുകിയിട്ടുള്ള പാത്രങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ഉണങ്ങിയത് എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ചിലത് ഉണങ്ങൂല. അപ്പോൾ ഞാനിങ്ങനെ ടവൽ വെച്ചിട്ട് ജസ്റ്റ് തുടച്ചിട്ട് അങ്ങനെ എടുത്തു വെക്കുകയാണ് കേട്ടോ ചെയ്യാം. അല്ലാത്ത സമയത്താണെങ്കിൽ ഇതുപോലെ ഈ ഒരു റാക്കിൽ നമ്മൾ രാത്രി പാത്രം കഴുകി വെച്ചാൽ രാവിലത്തേക്ക് ഉണങ്ങും. അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് ഞാൻ അമ്മീൻ്റെ മുകളിലെടുത്ത് വെക്കും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിക്കിട്ടും കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ നല്ല മഴ, അങ്ങനെ അടഞ്ഞ മഴയത്തെ ഉണങ്ങാത്തതുള്ളൂ. അല്ലാത്ത സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം വീണിട്ട് പാത്രങ്ങളെല്ലാം ഉണങ്ങിയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ട് ഉള്ള സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഈ ഒരു റാക്ക് ഇങ്ങനെ വെക്കൂട്ടാ ഇവിടെ. എന്നിട്ട് അപ്പാകുന്ന പാത്രങ്ങൾ കഴുകി അതിലേക്ക് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ആ റാക്ക്, അതായത് ഡിഷ് റാക്ക് നിറഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ അതിൽ പെൻഡിങ് പാത്രം എടുത്ത് വെക്കാനുണ്ടെങ്കിൽ ഇവിടെ സിങ്കിൽ പാത്രം കഴുകൽ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് നടക്കില്ല. അതിങ്ങനെ ഒഴിഞ്ഞിരുന്നാലാണ് കേട്ടോ വേഗം അതിലേക്ക് കഴുകി വെക്കുകയുള്ളൂ. അപ്പോൾ അത് അവിടെ റെഡിയാക്കി റാക്ക് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൺഡേ നമ്മൾ ഭയങ്കര ഹെവി തുടക്കൽ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ ക്ലീനിങ്ങിലേക്കൊന്നും നിൽക്കലില്ല കേട്ടോ. കാര്യം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പുറത്തു പോകാനോ കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഞാൻ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ, അതിൻ്റെ മുമ്പുള്ള ആ ഒരു സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു 2 വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് കേട്ടോ. നമുക്ക് ആ ഒരു സമയത്ത് പിന്നെ വീഡിയോ ഇടാനും അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ആണ്. പക്ഷേ നമ്മളൊരു വർക്ക്, ഒരു ജോലി എന്നുള്ള ഭാഗമായിട്ട് ഇപ്പോൾ അത് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിൽ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് 2 ആൾ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അടിപൊളി കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കിടിലൻ ലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. നല്ലത് തന്നെയാണ് നമ്മൾ നല്ലതെന്ന് പറയുക. എന്താ പറയുക, എൻ്റെ സ്വന്തം റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്ന മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത്രയും ടേസ്റ്റുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യുമ്പോൾ അറിയാണ്ട് ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ കിടിലൻ റെസിപ്പിയാന്നൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കിക്കോ കേട്ടോ. അപ്പോൾ ഇതാ അകൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയും കൂടെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒരു വറവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ പണിയൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കും കേട്ടോ. മുഴുവനല്ല, പകുതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട്, ഇത് തലേ ദിവസം ഞാൻ ചെയ്തതാണേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 കപ്പ്, മൊത്തം 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ 1 ഗ്ലാസ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് പുഴുങ്ങലരി എടുക്കുക. ഒരു ഗ്ലാസ് പച്ചരിയാണെങ്കിൽ 1 ഗ്ലാസ് പുഴുങ്ങലരി എടുക്കുക കേട്ടോ. അതായത് 1/2 ഗ്ലാസ് പച്ചരിയാണെങ്കിൽ 1/2 ഗ്ലാസ് തന്നെ പുഴുങ്ങലരിയും കൂടെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനാണ്
ഒരു ഗ്ലാസ് പച്ചരിയാണെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ പുഴുങ്ങലരിയും കൂടെ എടുക്കണം കേട്ടോ. ഏത് പുഴുങ്ങലരിയായാലും കുഴപ്പമില്ല. വൈറ്റ് എടുത്താൽ ആ വൈറ്റ് കളർ കിട്ടും, അത്രയേ ഉള്ളൂ. പുഴുങ്ങലരി നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു 3 മണിക്കൂർ, 3-4 മണിക്കൂർ. പച്ചരി സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ കുതിർക്കുന്ന പോലെ കഴുകിയിട്ട് പച്ചവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് രണ്ടും ഒരു 4 മണിക്കൂർ ആയതിനു ശേഷം നമുക്ക് ഞാനിപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. മൊത്തം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഹാഫ് തേങ്ങ ചിരകിയെടുത്ത് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ആ കാണുന്നത്. അത് ചേർത്തിട്ട് നമ്മൾ ഈ അരിയില്ലേ, അരി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു 3/4 കിലോ റൈസ് കേട്ടോ, അതായത് പകുതി 1.5 കപ്പ് പച്ചരിയും 1.5 കപ്പ് പുഴുങ്ങലരിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മറന്നു പോകരുത്, പുഴുങ്ങലരി തിളച്ച വെള്ളത്തിലിടണം കേട്ടോ, പച്ചരി പച്ചവെള്ളത്തിലും. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തു. നമ്മളെ ചെറുപ്പത്തിരി, ഞാൻ ഇറച്ചിപ്പത്തിരി കാണിച്ചിട്ടില്ലേ, ആ ഒരു ലൂസൊക്കെയാണ് വേണ്ടത്. എന്താ പറയുക, നമ്മളെ നീർദോശൻ്റെ അങ്ങനെയല്ല, ഒരു ഓട്ടയുടേനേക്കാളും കുറച്ചുകൂടെ വേണം. ഇതാ ഞാൻ കാണിച്ചു തരാം, ആ ഒരു കൺസിസ്റ്റൻസി. ഭയങ്കര ലൂസാവണ്ട, ഒരുപാട് ടൈറ്റും ആവണ്ട, അത്രയേ ഉള്ളൂ. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും എറിയാലും കുറഞ്ഞാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടൈറ്റ് ആവണ്ട, ഒരുപാട് ലൂസും ആവണ്ട, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്തിട്ടും ഇത് അരച്ചെടുക്കുക, തേങ്ങാപ്പാൽ എടുക്കാതെ. പക്ഷെ അതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കുക തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാട്ടോ. 1 പാൽ 2 പാലൊന്നും എടുക്കണ്ട, ഒരൊറ്റ പാലെടുത്താൽ മതി. ഒരു ഹാഫ് തേങ്ങ ചിരകി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പാല് ആക്കിയെടുത്തു. അത്രയും കാര്യം. നമുക്ക് ഈ അരി അരച്ചെടുക്കാനുള്ള വെള്ളം, അതാണ് തേങ്ങാപ്പാൽ. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്ത് അരച്ചെടുത്തിട്ട് പിന്നെയും ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ബാക്കി പച്ചവെള്ളം, സാധാ വെള്ളം ചേർത്തിട്ട് ലൂസാക്കി കൊടുത്താൽ മതി കേട്ടോ. ആ തേങ്ങാപ്പാൽ അതിലുണ്ടല്ലോ. ഇനി ഞാൻ ആവിച്ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് എന്തെങ്കിലും ടൈപ്പിലുള്ളൊരു പാത്രം, ഞാനിപ്പോൾ ഇത് ഒരു പ്ലേറ്റ്, നമുക്ക് ചോറൊക്കെ എടുക്കുന്ന പ്ലേറ്റ് ഇല്ലേ, നമ്മൾ ചെറുപ്പത്തിലേക്ക് ഉണ്ടാക്കുന്നത്, അതെടുത്ത് അതിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അതിലേക്ക് ഫുള്ളായിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് തന്നെ എടുക്കേണ്ട കാര്യമില്ല, ഞാൻ കാണിച്ചു തരാം. ഏത് ടൈപ്പ് പാത്രമാണെങ്കിലും നിങ്ങൾ ഈ ആവിച്ചെമ്പിൽ കൊള്ളുന്ന ഏത് ടൈപ്പ് പാത്രമാണെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തു. പ്ലേറ്റിലാകുമ്പോൾ പെട്ടെന്ന് കുക്കാവും. അടച്ചു വെച്ച് കൊടുത്തു. ഇനി ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം അത്ര മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏത് പാത്രത്തിലും വെക്കാമെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ കിണ്ണം പോലത്തെ ഒരു പാത്രം ഞാൻ എടുത്തു. അതിലേക്ക് ഇതുപോലെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മുഴുവൻ മാവും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അടച്ച് വെച്ചിട്ട്, ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പോൾ ഒരു അരമണിക്കൂറൊന്നും വേണ്ട കേട്ടോ. എന്നാലും നിങ്ങൾക്ക് നോക്കാം, ഇതിങ്ങനെ ആയി വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഓഫാക്കിയിട്ടിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു രാത്രി. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് അതിൽ തന്നെ വെച്ചിട്ട് കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്കും തണുത്ത് നല്ല സെറ്റായിട്ട് കിട്ടി, നല്ല വെന്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കും. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അവർക്ക് ഈ സ്നാക്സായിട്ട് കൊടുത്തു വിടാനും ലഞ്ചായിട്ട് കൊടുത്തു വിടാനൊക്കെ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അവർക്കിങ്ങനെ കോരി തിന്നുന്ന കണക്കിനൊക്കെ പിന്നെ വീട്ടിലായാലും നമുക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. ഇനി ഇത് നമ്മളൊരു വറവാക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വറവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം കേട്ടോ. എന്ത് ചേർത്തിട്ടാണെങ്കിലും നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ സെയിം 1 ഗ്ലാസ് ചോറരി, അതായത് ചോറരി മാത്രമാകുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, സെയിം അളവിൽ. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് പച്ചരിക്ക് പകരം നമ്മൾ കൈമ റൈസില്ലേ, നെയ്ച്ചോറിൻ്റെ ഗീ റൈസിൻ്റെ നല്ല സ്മെല്ലുള്ള റൈസ്, അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ അങ്ങനെയും ആക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ പച്ചരി എടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ ഉപ്പേരിക്ക കരിയുന്ന പോലെ ചെറുതാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നല്ല ഈസി അല്ലേ. നമ്മൾ രാത്രി വേവിച്ച് വെക്കുകയാണെങ്കിൽ
രാവിലെ വേവിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ ഇത് ഇങ്ങനെ തണുത്ത് വിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കണം. പിന്നെ ഒരു പ്ലേറ്റ് മാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി കൈയും കുഴപ്പമൊന്നുമില്ല, നേരത്തെ ഒന്ന് ഒഴിച്ച് വെച്ചാൽ മതി. അല്ല വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ആക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഉൾഭാഗമൊക്കെ ഒന്ന് തണുത്ത് ഒക്കെ റെഡിയായി വന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞതിലേക്ക് നമ്മൾ വറവ് ചേർക്കുന്നുണ്ടെന്ന്. വറവ് ഒന്നും വേണ്ട, നമ്മളെ ചമ്മന്തി ഇല്ലേ, ഗ്രീൻ ചമ്മന്തി അല്ലെങ്കിൽ ഉണക്കമുളക് ചേർത്തിട്ട് അല്ലെങ്കിൽ മുളക് പൊടി ചേർത്തിട്ടുള്ള ആ ഒരു ചമ്മന്തി ഇല്ലേ, തേങ്ങ വെച്ചിട്ടുള്ള ആ ചമ്മന്തിയിൽ ഇത് വറവിടാൻ നമുക്ക് മീനോ ചിക്കനോ ബീഫോ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പല രീതിയിൽ നമുക്കിതിന് ടേസ്റ്റ് മാറ്റി എടുക്കാം കേട്ടോ. നമുക്കൊരു ഇപ്പോൾ നോമ്പ് തുറ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമായിരിക്കും. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നല്ല കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ കുഞ്ഞിപ്പത്തിരിൻ്റെ ആ ഒരു രീതിയിൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ തക്കാളി ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 1 കപ്പ് തേങ്ങ, ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് 1 കപ്പ് തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 2 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് വെച്ചു, നമുക്കിത് വറവിട്ടെടുക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വരിക, അത്രേ വേണ്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്, നിങ്ങൾക്ക് ബീഫ് ചേർക്കുക, ചിക്കൻ ചേർക്കുക, ഫിഷ് ചേർക്കുക. ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് വരട്ടെ കേട്ടോ, നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മീനോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ റഫീക്കും പിന്നെ ഇതാ നമുക്കൊരാൾ വന്നിട്ടുണ്ട് പണിക്ക്, കല്യാണി ചേച്ചിയുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു തെങ്ങൊന്നും നന്നാക്കേണ്ട സമയത്ത് മഴേൻ്റെ മുമ്പ് നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ റഫീക്കാക്കും തിരക്കായി അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് തെങ്ങൊക്കെ ഒന്ന് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തെങ്ങിൽ ശരിക്കും നല്ല വേര് കയറിയിട്ടുണ്ട്. വേര് കയറിയിട്ട് ആ ഒരു മതിലിൻ്റെ ആ ഒരു തിണ്ടില്ലേ, ആ തിണ്ടിൻ്റെ ഉള്ളിലേക്ക് തെങ്ങിൻ്റെ വേര് ഉള്ളിലൂടെ കടന്നു വരുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മഴ ഇല്ലാണ്ട് ഇങ്ങനെ മഴ കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ വേഗം തിരിച്ചു വന്നു. നമ്മളെ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും അളവിലുള്ളത് കൊണ്ടാട്ടോ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു അരപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ചെമ്മീൻ ഉള്ളത് കൊണ്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളൂ. ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്, ഇല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊരു ഒരു കൈപ്പിടി എന്നൊക്കെ പറയും, അത്രയും ചെമ്മീൻ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീനെല്ലാം കുക്കായിട്ട് വരും. ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ സ്പെഷ്യൽ ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ബീഫ് കുക്കാക്കിയത് ചേർത്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കൂലേ സമൂസയിലേക്കൊക്കെ, അതുപോലെ ചേർത്ത് കൊടുക്കുക. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ആണെങ്കിൽ കുഞ്ഞ് പീസാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക, ചെറിയ പീസാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പില്ലേ, വലിയ ജീരകം, തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വല്ലാണ്ട് ഫൈനാക്കണ്ട അരച്ചെടുത്തു, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പൊന്ന് കുറയുമല്ലോ, അപ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് തിളവരിക, ഭയങ്കര തിളച്ച് പൊങ്ങേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു സമയത്ത് നമ്മളെ കട്ട് ചെയ്തിട്ടുള്ള പത്തിരിയില്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെ കയ്യിൽ ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒന്നും ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യുക. മീൻ, ചിക്കൻ, ബീഫ് അതെല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്യുക. ബാക്കി ഇങ്ങനെ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി.
നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ തട്ടി തട്ടി ഒന്ന് മിക്സ് ആക്കൂലേ, അതുപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്, നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുഞ്ഞിപ്പത്തിരി ഒന്നും ഉണ്ടാക്കുന്ന ആ ഒരു റിസ്ക്കും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഞാൻ പിന്നെ ഇത്രയും അധികം, നിങ്ങൾ വിചാരിക്കും ആകെ 2-3 ആളേ ഉള്ളൂ, ഇതിനാ ഇത്രയും വിചാരിക്കേണ്ട, നമുക്കിന്ന് എക്സ്ട്രാ ആളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ രാത്രിയോ വൈകുന്നേരമായിട്ട് കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ഇവർക്കും നമ്മളും എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് അവരവരെ പണി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്, എനിക്ക് റഫീഖും കല്യാണത്തിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് വാവ വരുന്നില്ല. അപ്പോൾ വാവക്കും പിന്നെ പണിക്ക് ഇവരും ഉണ്ടല്ലോ, കല്യാണിച്ചും അവരും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ചോറ് ഞാൻ കുറച്ച് നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പരിപാടി ചെയ്യുമല്ലോ. കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു ചിക്കൻ കറി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ റെസിപ്പി തന്നിട്ടുണ്ടേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവി, ഒന്നുമില്ല, ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് എരിവിന് ആവശ്യത്തിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. സവാളയും ഒരു 2 വലിയ സവാളയും ഒരു വലിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും. എന്നിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മി കൊടുത്തിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ റൈസും ചിക്കനും അവിടെ വേവുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ അതിനിടയിൽ ഞാൻ കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പാത്രമൊക്കെ അതുവരെയുള്ള ഒരു ചായ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിലൂടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ റൈസ് റെഡിയായി, ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ആ വീട് കൊടുത്തിട്ട് പോയി. അവരിപ്പോൾ മുട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മോൻ്റെ കല്യാണമാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പത്തെ ആ ഒരു സൺഡേയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. തലേ ദിവസം നിക്കാഹും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. റഫീഖൊക്കെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കുക്കറിൽ നിന്ന് വിസിലടിച്ചതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതിലേക്കൊന്ന് അത് മൊത്തം ഗ്രേവി അടക്കൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ചിക്കൻ വരട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ കിടന്ന് ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് സോഫ്റ്റായി എല്ലാം ഒന്ന് ചേർന്ന് വരും കേട്ടോ. ഞാനിപ്പോൾ അവർക്ക് കറി വേണമല്ലോ, ഗ്രേവി ടൈപ്പല്ല ഞാൻ ആക്കിയെടുത്തത്, അപ്പോൾ ആ രീതിയിലൊന്നും ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലഞ്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. മറ്റേത് അപ്പുറത്ത് ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാത്രം കഴുകലും അവിടുത്തെ ക്ലീനിങ്ങൊക്കെ ആ ഒരു സമയത്ത് തീർത്തു. ഇനി ഇതാ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ നിന്നാക്കിയില്ലേ, അപ്പോൾ അവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെയല്ല കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടാൽ ഭയങ്കര ചെറിയൊരു എണ്ണേൻ്റെ പാടുണ്ടായാൽ മതി, വല്ലാണ്ട് കാണും. പിന്നെ മാത്രമല്ല നമ്മൾ ഈ വെച്ച സാധനമൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഇടയിലും എല്ലാം പൊടികളും ഉറുമ്പ് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇങ്ങനെ മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കാണാത്ത എൻ്റെ പണികളാണ് കേട്ടോ. അതൊക്കെ നമ്മൾ തുടക്കുന്നതും എടുക്കുന്നതൊക്കെ കാണിക്കാൻ നിന്നാലൊരു വീഡിയോ അതിന് തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവുള്ള സമയത്ത് അങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കിച്ചൻ്റെ ആ ഒരു കബോർഡിൻ്റെ ആ ഒരു ഏരിയ അല്ലേ, അവിടെയൊക്കെ നമ്മൾ കൈ വെച്ച് പിടിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിടെ വലിയ പാടായിട്ട് ഇങ്ങനെ പോവാത്ത പാടായിട്ട് നിൽക്കില്ല. നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വൈറ്റ് കിച്ചണൊക്കെ ആകുമ്പോൾ ആ ഒരു ക്ലീനായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വല്ലാണ്ട് അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടായിരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ചായി കേട്ടോ, ഇപ്പോൾ 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും. കോഴിക്കോട് മാക്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ റഫീഖാൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ
റഫീക്ക വേറൊരു ആവശ്യത്തിന് കയറിയപ്പോൾ ഞാൻ അതിൻ്റെ മാക്സിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചു കയറിയപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവിടെ നിന്ന് എടുത്തൊരു ടോപ്പാണ് കേട്ടത്, ഒരു യെല്ലോ കളറ്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഒരു എന്താ പറയുക സിമ്പിളായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഷോളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പാർട്ടി വെയറും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഇത് കണ്ടോ, ഒരു ചെറിയൊരു സീക്വൻസ്, എന്നാൽ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ കാര്യം. എന്നാൽ നമുക്കൊരു പാർട്ടിയിലേക്ക് ഇടുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. 1000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 1500 അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത്. നല്ല ക്ലോത്താണ് കേട്ടോ, കോട്ടൺ ആയിട്ട് വരുന്ന നല്ല ക്ലോത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതാ അതിൻ്റെ കൂടെ പെയർ ചെയ്യാനിതാ ഒരു ഇയറിങ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു യെല്ലോ കളറ് അതിങ്ങനെ അവിടെ ഓഫർ നടക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓഫർ, ഫാൻസി ബാഗ് അതിനൊക്കെ ഓഫറും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും കിട്ടും. പിന്നെ കുറച്ച് ഇന്നർ വെയർസ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക നൈറ്റ് വെയർ കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലോത്തില്ലേ നല്ലതാട്ടോ, നമുക്ക് എല്ലായിടത്തും ഈ ഒരു ക്ലോത്തിൽ കിട്ടൂല. ബനിയൻ ക്ലോത്ത് കിട്ടും, പക്ഷേ ഈ ഒരു ക്ലോത്ത് ഒരു പ്രത്യേക ക്ലോത്താണ്, നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടും ഈ ഒരു ക്ലോത്തിൽ നൈറ്റി. ഞാനവിടെ കണ്ടപ്പോൾ 2 എടുത്തതാണ് കേട്ടോ. നല്ല ക്ലോത്ത് കിട്ടും, നല്ല സോഫ്റ്റ് ക്ലോത്ത്, നൈറ്റ് വെയർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എടുത്തതാണേ. അപ്പോൾ മാക്സിൽ ഞാൻ എപ്പോഴും നോക്കൂ കേട്ടോ, മോളുകളിലൊക്കെ കയറുമ്പോൾ മാക്സിൽ കയറിയാൽ ഇങ്ങനത്തെ നല്ല നല്ല ക്ലോത്തിൽ വരുന്ന നൈറ്റ് വെയറും കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ സാധാ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും. അതുപോലെ തന്നെയാണ് ഇന്നർ വെയർസും നല്ലതുണ്ടാവും, നല്ല ക്ലോത്ത് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വരാം. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. ആ ഡ്രസ്സ് ഞാൻ അതാണ് ഇടണം എന്ന് വിചാരിച്ചത്. അതിൻ്റെ ഷോളൊക്കെ സെറ്റാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഷോളൊക്കെ എടുത്തു. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് എനിക്ക് ഷേപ്പാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടില്ല. ഒരുപാടല്ല, ഞാൻ ഒരുപാടിൽ അങ്ങനെ ഷേപ്പിൽ ഇടലില്ല. പക്ഷേ എന്നാലും ഉണ്ടല്ലോ ബാക്കിൽ ഇങ്ങനെ ഭയങ്കര ലൂസാണ്, ഒരാൾക്കും കൂടെ കയറാം കേട്ടോ, അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബോറല്ലേ. അപ്പോൾ അങ്ങനെ അത് ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാനിത് എൻ്റെ ഒരു ബ്ലാക്ക് ചുരിദാറില്ലേ, ഞാനൊരു നമ്മൾ ഫാമിലിയിലെ ഒരു കല്യാണത്തിന് വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലല്ലേ ഇടുള്ളൂ. പിന്നെ റഫീക്ക പറയുമ്പോൾ ഇതൊക്കെ എന്തിനു വാങ്ങിയതാ, വെറുതെ എടുത്ത് വെക്കാനെന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണമല്ലേ ഇതങ്ങ് ഇടാം, അങ്ങനെ മുതലാക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിട്ടു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ചിക്കൻ മന്തിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെടുത്തത് ചിക്കൻ മന്തിയാണ്. നമ്മൾ നിൽക്കാനോ അന്ന് നിൽക്കാതിരുന്നു. നമ്മളിവിടുത്തെ അയൽവാസികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും റഫീക്കയും വന്നപ്പോൾ, കാരണം പണിക്കാർ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നല്ല ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്ന് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്ന് അതിന് ശേഷം കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, സൺഡേ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞതുപോലെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.